الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله عباد الله ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പരിപൂർണാർത്ഥത്തിൽ നിറവേറ്റുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളായ ആളുകൾ നാം ആഗ്രഹിക്കുന്നതും നാം പ്രാർത്ഥിക്കുന്നതും നാം ശ്രമിക്കുന്നതുമൊക്കെ സത്യവിശ്വാസികളായി ജീവിച്ച് സത്യവിശ്വാസികളായി മരണപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആ സത്യവിശ്വാസികളായ ആളുകളിൽ പരിപൂർണമായി ഞാനും നിങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയും ആവശ്യവുമാണ്. ഞാൻ ഓതിവെച്ച സൂറത്തുൽ അംഫാലിലെ തുടക്കത്തിൽ തന്നെയുള്ള ആയത്താണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചിരിക്കുന്നത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ എന്ന് പറഞ്ഞല്ലോ. വളരെ അർത്ഥ ഗാംഭീര്യമുള്ള, നാം ചിന്തിക്കേണ്ടതായ, അതുപോലെ പരിശ്രമിക്കേണ്ടതായ പല കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരായത്താണ് ഈ ആയത്ത്. പലപ്പോഴും നാം അത് പാരായണം ചെയ്യാറുണ്ട്, മറ്റുള്ളവർ പാരായണം ചെയ്യുന്നത് നാം കേൾക്കാറുണ്ട്. ഒക്കെയാണെങ്കിലും അതിൽ അടങ്ങിയിരിക്കുന്ന ആശയം വളരെ വലിയ ആശയാദർശങ്ങളാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അല്ലാഹു തആല പറയുന്നു, ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികളായ ആളുകൾ അവർ ഇദാ ദുകിറല്ലാഹ്, അല്ലാഹ് എന്ന് കേട്ടാൽ വജിലത്ത് ഖുലൂബുഹും, വജിലത്ത് ഖുലൂബുണ്ടാകും, അതായത് ഹൃദയം വിറക്കുമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഹൃദയം നെടുങ്ങും, വിറകൊള്ളും, അത് ചാടും,
എന്നൊക്കെ അർത്ഥം പറയാവുന്ന വജിലത്ത് ഖുലൂബ് ഉണ്ടാകും. ഇദാ ദുക്കിറല്ലാഹ്, അള്ളാഹുവിനെ സ്മരിക്കുന്നതായി കേട്ടാൽ, ഒന്നെങ്കിൽ സ്വയം അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ നാം അള്ളാഹിനെ സംബന്ധിച്ച് കേൾക്കുന്ന സന്ദർഭത്തിൽ. ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടം വളരെ മോശമായ കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചർച്ചയിലേക്ക് അള്ളാഹിനെ സംബന്ധിച്ച് പറയുമ്പോൾ കേൾക്കാനോ അള്ളാഹിനെ സ്മരിക്കാനോ ആളുകളില്ലാത്തൊരു കാലഘട്ടം. അത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മുമ്പ് പറഞ്ഞതാണല്ലോ. സയഅതി സമാനുൻ അലാ ഉമ്മത്തി യുഹിബ്ബൂന ഖംസൻ വയൻസൗന ഖംസ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സമുദായത്തിൻ്റെ ഒരു കാലഘട്ടം വരും. അന്ന് 5 കാര്യങ്ങളെ അവർ ഇഷ്ടപ്പെടുകയും 5 കാര്യങ്ങളെ മറന്നു കളയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണോ ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. 5 കാര്യങ്ങൾ അവർ ഇഷ്ടപ്പെടും, 5 കാര്യങ്ങൾ അവർ മറന്നു കളയും. 5-ാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ എന്നാണ്. യുഹിബ്ബൂനൽ ഖൽഖ, സൃഷ്ടികളെ അവർ ഇഷ്ടപ്പെടും. വയൻസൗനൽ ഖാലിഖ, സൃഷ്ടാവിനെ അവർ മറന്നു കളയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. ഇന്ന് നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് അള്ളാഹിനെ സംബന്ധിച്ച് നിങ്ങൾ സംസാരിച്ചു നോക്കൂ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് നാം സംസാരിച്ചാൽ അത് കേൾക്കാൻ ആളുകളെ കിട്ടുകയില്ല. ഇനി കേട്ടാൽ തന്നെ അത് ഉൾക്കൊള്ളാൻ ആളുകൾ ഉണ്ടാകുകയില്ല. അള്ളാഹിനെ മാത്രം പറയപ്പെടുമ്പോൾ അവർ പിന്തിരിഞ്ഞു പോകും. അവരുടെ മനസ്സിനകത്ത് വെറുപ്പും വൈരാഗ്യവും വിഷമങ്ങളുമൊക്കെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അത് എല്ലാ പ്രവാചകന്മാരിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലോകത്ത് പഠിപ്പിച്ച കാര്യമാകുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികളായ ആളുകൾ അങ്ങനെ ആവാൻ പാടില്ല. അള്ളാഹിനെ മറന്നു കളയുന്നവരാകരുത്. അള്ളാഹ് എന്ന് കേട്ടാൽ വജിലത്ത് ഖുലൂബ് ഉണ്ടാകണം, ഹൃദയം വിറക്കണം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. നമ്മുടെ ഹൃദയം വിറക്കുന്നുണ്ടോ എന്ന് നാം നോക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് മറ്റെല്ലാറ്റിനേക്കാളും ഐഹികമായ ദുനിയാവിലെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്ന അലങ്കാരങ്ങളെക്കാൾ, സ്ഥാനമാനങ്ങളെക്കാൾ, സമ്പത്തിനേക്കാൾ, ഭാര്യയേക്കാൾ, ഭാര്യമാരെക്കാൾ, സന്താനങ്ങളെക്കാൾ, സമ്പത്തിനേക്കാൾ, എല്ലാറ്റിനേക്കാളും ഉപരി എൻ്റെ വാഹനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനകത്തുണ്ടാകുന്ന ആവേശം, എൻ്റെ വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനകത്തുണ്ടാകുന്ന ആവേശം, എൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ, എൻ്റെ സന്താനങ്ങൾ എന്ന് പറയുമ്പോൾ, എൻ്റെ കച്ചവടം എന്ന് പറയുമ്പോൾ, എൻ്റെ സമ്പത്ത് എന്ന് പറയുമ്പോൾ, എൻ്റേത് 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 എന്ന് പറഞ്ഞ് നാം പലപ്പോഴും പറയുന്നതിനേക്കാൾ ഉപരി എൻ്റെ അല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ആവേശം ഉണ്ടാകണം. എൻ്റെ അല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ സത്യവിശ്വാസിയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. എൻ്റെ അല്ലാഹ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിനകത്ത് അല്ലാഹ്ക്ക് സ്ഥാനമുണ്ടാകണം. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, ഹൃദയം വിറക്കുന്ന, അല്ലാഹനെ സംബന്ധിച്ച് കേട്ടാൽ ഹൃദയം വിറക്കുന്നവരാണ് സത്യവിശ്വാസികളായ ആളുകളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് പ്രശ്നം വന്നാലും ആദ്യമായിട്ട് നമ്മുടെ മനസ്സിനകത്ത് വരേണ്ടത് അല്ലാഹ് എന്ന ചിന്തയാണ്. എൻ്റെ അല്ലാഹുവിനെ ഞാൻ ഇടപെടിപ്പിക്കാൻ പോവുകയാണ് ഈ പ്രശ്നത്തിൽ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് പലപ്പോഴും ആളുകളോട് ഒരു രോഗിയായ മനുഷ്യനെ സംബന്ധിച്ച് അയാളുടെ രോഗത്തെ സംബന്ധിച്ചുള്ള വിശേഷണങ്ങൾ ആരാഞ്ഞ സമയത്ത് ചോദിച്ച ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് മംഗലാപുരത്ത് എല്ലാ ഹോസ്പിറ്റലുകളിലും കൊണ്ടുപോയി ചികിത്സിച്ചു, മണിപ്പാലിൽ കൊണ്ടുപോയി, എറണാകുളത്ത്, അങ്ങനെ കോയമ്പത്തൂരിൽ എല്ലാ ഹോസ്പിറ്റലുകളിലും കൊണ്ടുപോയി ചികിത്സിച്ചു. ഇനി എല്ലാം അള്ളാന്റെ കയ്യിലാണ്. നമ്മുടെ ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞാൽ ഒരു നാട്ടുവൈദ്യന് കൊടുക്കുന്ന സ്ഥാനം പോലും അള്ളാഹുവിനെ നാം വകവെച്ച് കൊടുക്കാത്ത ഒരു കാലഘട്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യന്, ഒരു സത്യവിശ്വാസിക്ക് അവന്റെ മുന്നിൽ ഒരു പ്രശ്നം വന്നിട്ട് ആ പ്രശ്നത്തിൽ ആദ്യമായി അള്ളാഹുവിനെ ഇടപെടിപ്പിക്കുമ്പോഴാണ് അവൻ സത്യവിശ്വാസിയാകുന്നത് എന്ന് പഠിപ്പിച്ച സ്വാദിഖായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഏത് പ്രശ്നം വന്നാലും നമുക്ക് അല്പം രൂപ ആവശ്യമുണ്ടെങ്കിൽ, പണം ആവശ്യമുണ്ടെങ്കിൽ, നാം ആദ്യമായിട്ട് ആരോടെങ്കിലും കടം ചോദിക്കും, അല്ലെങ്കിൽ നാട്ടിലെ ബാങ്കിൽ പോകും, അല്ലെങ്കിൽ പലിശക്കാരുടെ അരികിലേക്ക് ചെല്ലുന്ന ആളുകളുണ്ട്. അങ്ങനെ പല വാതിലും അത്തരത്തിലുള്ള ആളുകൾ വിഷമം കൊണ്ട് മുട്ടാറുണ്ട്. എല്ലാം കഴിഞ്ഞ് പലിശക്കാരൻ്റെ അടുക്കിലേക്കും നാട്ടിലെ പ്രമാണിയുടെ അടുക്കിലേക്കും അതുപോലെ ബാങ്കിലും എല്ലാ ഇടങ്ങളിലും പോയതിന് ശേഷം, എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് വീട്ടിലുള്ള ആ ചാരിക്കസേരയിൽ ഇരുന്നു കൊണ്ട് പിന്നെയാണ് കൈ ഉയർത്തിയിട്ട്, പടച്ചവനെ, ഞാൻ എല്ലാ ഇടങ്ങളിലും പോയി, എനിക്ക് പണം കിട്ടിയില്ല, അതുകൊണ്ട് എൻ്റെ വിഷമം നീ തീർത്തു തരണമേ എന്ന് പറഞ്ഞ് അവസാനമായിട്ടാണ് നാം അള്ളാഹുവിലേക്ക് കൈ നീട്ടാറുള്ളത്. പോരാ, അള്ളാഹുവിനെ ആദ്യമായിട്ട് ഏത് ചെറുതും വലുതുമായ ഏതേത് പ്രശ്നങ്ങൾ വന്നാലും ആദ്യമായിട്ട് അവൻ അള്ളാഹുവിനെ ഇടപെടിപ്പിക്കുമ്പോഴാണ്, ആ സമയത്തെല്ലാം അള്ളാഹ് എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിനകത്ത് വരേണ്ടത്. അതാണ് വജിലത്ത് ഖുലൂബുഹും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും അള്ളാഹ് എന്ന് കേൾക്കുമ്പോൾ നാം ഒരു തെറ്റുകുറ്റങ്ങളിലേക്ക് പോകുന്ന സമയത്ത്, ആ തെറ്റുകുറ്റങ്ങളിൽ അകപ്പെടുന്നതിന് മുമ്പ് ആ സമയത്ത് നമ്മുടെ മനസ്സിനകത്ത് ആദ്യമായി കടന്നു വരേണ്ട എന്നെ അല്ലാഹു തആല കാണുന്നുണ്ട്, എല്ലാ നേരവും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന ചിന്ത നമുക്ക് വേണം. വജിലത്ത് ഖുലൂബുഹും, അതുണ്ടാകണം. അത് പ്രവാചകന്മാർക്കുണ്ടായി, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായി, അതുപോലെ റസൂലിന്റെ ശിഷ്യന്മാർക്കുണ്ടായി, താബിഈങ്ങൾക്കുണ്ടായി, തബഉ താബിഈങ്ങൾക്കുണ്ടായി. റിയാദ് ഇബ്നു ഫുദൈൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ചരിത്രത്തിൽ നാം വായിച്ചിട്ടുണ്ടാകും. റിയാദ് ഇബ്നു ഫുദൈൽ അല്ലെങ്കിൽ ഫുദൈൽ ഇബ്നു ഇയാദ്, രണ്ട് നിലക്കും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആരായിരുന്നാലും അദ്ദേഹത്തെ സംബന്ധിച്ച് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചത് മരുഭൂമിയിലെ പട്ടി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളെ പിടിച്ചു പറിക്കുക, കൊള്ളയടിക്കുക, അവരെ ആക്രമിക്കുക, അവരെ വേദനിപ്പിക്കുക, അവരെ പ്രയാസപ്പെടുത്തുക എന്നതൊക്കെയാണ് പകൽ അദ്ദേഹം ചെയ്യുന്ന ജോലി. അതുകൊണ്ട് അദ്ദേഹത്തെ പേടിച്ചുകൊണ്ടാണ് ആളുകൾ യാത്ര പോകാറുള്ളത്. അങ്ങനെ കൊള്ളയടിക്കും, പണമുണ്ടാക്കും, അങ്ങനെ പലതരത്തിൽ ആളുകളെ ആക്രമിച്ചിരുന്ന ഈ മനുഷ്യൻ എല്ലാ ദിവസവും അയാൾക്ക് വ്യഭിചരിക്കണം, രാത്രിയാകുമ്പോൾ അയാൾക്ക് മദ്യപിക്കണം, വ്യഭിചരിക്കണം, എല്ലാ തിന്മകളും അയാൾക്ക് ചെയ്യണം. ഒരിക്കൽ റിയാദ് ഇബ്നു ഫുദൈൽ എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾക്ക് ഒരു സ്ത്രീയെയും വ്യഭിചരിക്കാൻ കിട്ടാത്ത വന്ന സമയത്ത് ഒരു വീട്ടിന്റെ വാതിൽക്കൽ എത്തിയിട്ട് ആ വാതിൽ മുട്ടുന്ന സമയത്ത് വീട്ടിന്റെ അകത്തിൽ നിന്ന് ഒരു വൃദ്ധയായ സ്ത്രീ പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആയത്ത് അലം യഹ്നില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ് എന്ന ആയത്ത് ആവർത്തിച്ച് ആ സ്ത്രീ ഇങ്ങനെ ഓതുന്നത് ഈ മനുഷ്യൻ കേട്ടപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മനസ്സിനകത്ത് നന്മയുള്ള ആളുകൾക്ക് ഈമാൻ വർദ്ധിക്കുകയാണ്. ഈമാൻ വർദ്ധിക്കും. അത്തരത്തിലുള്ള ആളുകൾക്ക് മനസ്സിനകത്ത് എവിടെ ഒളിഞ്ഞു കിടക്കുന്ന വിശ്വാസത്തിന്റെ ആ അംശം അയാൾക്ക് ബോധനം നൽകി. അയാൾ അവിടെ നിന്ന് ആ വാതിൽക്കൽ നിന്ന്, ആ വീട്ടിന്റെ വാതിൽ പടിയിൽ നിന്ന് പിന്മാറി എൻ്റെ അള്ളാഹുവിലേക്ക് അടുക്കാൻ സത്യവിശ്വാസികളായ ആളുകൾക്ക് സമയമായിട്ടില്ല എന്ന അള്ളാഹുവിന്റെ ആ ചോദ്യം അയാൾ നെഞ്ചത്ത് തിറക്കുകയും അയാൾക്ക് വജിലത്ത് ഖുലൂബുണ്ടാകുകയും ഹൃദയം വിറക്കുന്ന ഹൃദയമായി അയാളെ ഹൃദയം മാറുകയും അവസാനം ചരിത്രത്തിൽ പിന്നീട് ചരിത്രകാരന്മാരായ ആളുകൾ പിന്നീടുള്ള അയാളെ സംബന്ധിച്ച് മരുഭൂമിയിലെ യാത്രക്കാരുടെ കൂട്ടുകാരൻ എന്നാണ് അയാളുടെ അവസാനത്തെ കാലഘട്ടത്തെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മരുഭൂമിയിലെ പട്ടി എന്നറിയപ്പെട്ടിരുന്ന മനുഷ്യൻ മരുഭൂമിയിലെ യാത്രക്കാരുടെ കൂട്ടുകാരൻ എന്ന ആ വിശേഷണത്തിലേക്ക് വന്നത്
പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആ വജ്ലത്തെ ഖുലൂബ് അദ്ദേഹത്തിന് ഉണ്ടായത് കൊണ്ടാണ്. അതുകൊണ്ട് എന്ത് വേണം, നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും നമ്മുടെ ഭാര്യ എന്ന് പറയുമ്പോൾ, എൻ്റെ സന്താനങ്ങൾ എന്ന് പറയുമ്പോൾ, എൻ്റെ സമ്പത്ത് എന്ന് പറയുമ്പോൾ, എൻ്റെ വീട് എന്ന് പറയുമ്പോൾ, എൻ്റെ വാഹനം എന്ന് പറയുമ്പോൾ, അങ്ങനെ എൻ്റേത് 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 എന്ന് പറഞ്ഞ് നാം സംസാരിക്കുന്ന ഏറ്റവും കൂടുതൽ അതിനേക്കാൾ എത്രയോ ഇരട്ടി എൻ്റെ അല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് വരണം. അതാണ് ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഗുണം വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. രണ്ടാമത്തെ ഗുണം അല്ലാഹു തആല പറയുന്നത് വഇദാ തുലിയത് അലൈഹിം, അവർക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സാദതുഹും ഈമാന, ഈമാൻ വർദ്ധിക്കുകയാണ്. നേരത്തെ പറഞ്ഞത് വജ്ലത്തെ പുലൂബുണ്ടാകും, ഹൃദയം നെടുങ്ങും, വിറക്കുന്ന ഹൃദയം അവർക്കുണ്ടാകും. രണ്ടാമത് വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന, അവർക്ക് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുന്നിൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവർക്ക് ഈമാൻ വർദ്ധിക്കുകയായി എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നു, ഇബ്നു മസ്ഊദേ, താങ്കളൊന്ന് ഖുർആൻ ഓതി കേൾപ്പിക്കണം. താങ്കളിൽ നിന്ന് ഖുർആൻ എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. നല്ല മാധുര്യത്തിൽ ഖുർആൻ, ശബ്ദ ഭംഗിയിൽ ഖുർആൻ ഓതുന്ന ആളാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പ്രവാചകരെ, എന്തിനാണ് അങ്ങേക്ക് ഞാൻ ഖുർആൻ ഓതിത്തരുന്നത്? ഖുർആൻ ഇറങ്ങിയത് അങ്ങേക്കാണല്ലോ, അങ്ങേക്ക് തന്നെയാണല്ലോ ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത്, പിന്നെ ഞാൻ എന്തിനാണ് ഖുർആൻ അങ്ങേക്ക് ഓതി കേൾപ്പിക്കുന്നത്? അല്ല ഇബ്നു മസ്ഊദ്, താങ്കളിൽ നിന്ന് ഖുർആൻ ഓത്ത് എനിക്കൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ എടുത്തിട്ട് സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് തുടങ്ങി സൂറത്തുൽ അൽ ബഖറ പാരായണം ചെയ്തു, ആലി ഇംറാൻ കഴിഞ്ഞു. അങ്ങനെ സൂറത്തുൽ നിസായിലെ ആയത്തുകൾ പാരായണം ചെയ്യാൻ തുടങ്ങിയിട്ട് അവസാനം അലം യഹ്നില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അദ്ദേഹം ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജീനാ ബിക അലാ ഹൗലായി ഷഹീദാ എന്ന ആയത്ത് ഓതി കേൾപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ച് വിറച്ചുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ഇബ്നു മസ്ഊദ്, ഖുർആൻ ഓതുന്നത് നിർത്തുക, എനിക്ക് ഭയമാകുന്നു, പേടിയാകുന്നു. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഖുർആൻ ഓത്ത് നിർത്തിയിട്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ റസൂലുള്ളാഹിന്റെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നത് ഞാൻ കണ്ടു എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. എന്താണ് സംഭവം? എന്താണ് സഹോദരങ്ങളെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കരയിപ്പിച്ചത്? ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജീനാ ബിക അലാ ഹൗലായി ഷഹീദാ. എല്ലാ സമൂഹങ്ങൾക്കും അവരുടെ പ്രവാചകന്മാരെ പരലോകത്ത് സാക്ഷികളായി കൊണ്ടുവരപ്പെടും. അങ്ങേ ഈ സമുദായത്തിന് സാക്ഷിയായിട്ട് അങ്ങേ അള്ളാഹുവിന്റെ കോടതിയിൽ കൊണ്ടുവരപ്പെടുമ്പോൾ അങ്ങയുടെ അവസ്ഥ എന്തായിരിക്കും നബി എന്ന ആയത്ത് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുവെങ്കിൽ, റസൂലുള്ളാഹ് കോടതിയിൽ വരുന്നത് പ്രതിയായിട്ടല്ല, പ്രതികൾ ഞാനും നിങ്ങളുമാണ്. റസൂലുള്ളാഹ് സാക്ഷിയായി വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായ ആയത്ത് കേട്ടപ്പോ കരഞ്ഞുപോയി എങ്കിൽ, അതുപോലെ തന്നെ റസൂലുള്ളാഹിയുടെ ശിഷ്യഗണങ്ങളായ ശിഷ്യന്മാരായ ആളുകളും അങ്ങനെ തന്നെയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പാവപ്പെട്ടവരുടെ പടത്തലവനാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പാവപ്പെട്ടവരെ അങ്ങേയറ്റം സഹായിക്കുന്ന, പാവപ്പെട്ടവർക്ക് വൈകുന്നേരമായാൽ പാവപ്പെട്ട കുട്ടികളെയും വൃദ്ധന്മാരെയും ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് സ്വന്തം കൈകൊണ്ട് മാവ് കുഴഞ്ഞ് പത്തിരി ഉണ്ടാക്കി കൊടുക്കുന്ന ജോലി മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെയ്തിരുന്നു. പത്തിരി ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ആ പാവങ്ങളെ സഹായിക്കാത്ത ആളല്ല ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. സഹായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്
മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചില ആയത്തുകൾ ഓർത്തുകൊണ്ട് കരയാറുണ്ടായിരുന്നു. ആ പത്തിരി ചുട്ട് ആ അടുപ്പിലേക്ക് ഊതുന്ന സമയത്ത് എന്ന പോലെയുള്ള ആയത്തുകൾ ഓതുന്ന സമയത്ത് നരകവാസികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് സെലക്ട് ചെയ്ത ആളുകളെ മലക്കുകളോട് അവനെ പിടിക്കും, എന്നിട്ട് അവനെ ബന്ധിപ്പിക്കും. 70 മുളം നീളമുള്ള ചങ്ങലകളിൽ ബന്ധിപ്പിച്ചുകൊണ്ട് അവനെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്ന ആയത്ത്. എന്താണ് ഈ 70 മുളം നീളമുള്ള ചങ്ങലകളിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയാൻ മാത്രമുള്ള പാതകം ഈ മനുഷ്യർ ചെയ്തത്? വണ്ണമായ ശ്രേഷ്ഠനായ അല്ലാഹുവിൽ അവന് വിശ്വാസമുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, പാവപ്പെട്ടവരുടെ ഭക്ഷണ കാര്യത്തിൽ അവൻ പ്രോത്സാഹനം കാണിച്ചിട്ടില്ല എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഖുർആനിൽ എവിടെയും പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല എന്ന് അല്ലാഹു തആല പറയുന്നില്ല. പാവപ്പെട്ടവരുടെ ഭക്ഷണ കാര്യത്തിൽ എൻ്റെ കയ്യിലില്ലെങ്കിൽ ഉള്ളവനോട് കൊടുക്കുക എന്ന് പറയാൻ പോലും മടി കാണിച്ച ആള എന്ന നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത്തരത്തിലുള്ള ആളുകളെ ശകാരിക്കുന്ന ഖുർആനിലെ ഒരു സൂറത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്ത് കേട്ടപ്പോൾ കരഞ്ഞു. മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം എല്ലാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിന്നാൽ അദ്ദേഹത്തിന് നിസ്കാരം പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. ഖുർആനോത്ത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ അദ്ദേഹം ഖുർആനോത്ത് കേൾക്കുന്ന സമയത്ത് കരയുകയാണ്. അർത്ഥം പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ചരിത്രത്തിൽ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരായത്ത് ഇറങ്ങുമ്പോൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി കേൾപ്പിക്കുന്ന സമയത്ത് ആ ആയത്തിനനുസരിച്ച് അവരുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ അവർ ആ നിമിഷത്തിൽ തന്നെ തയ്യാറാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന ആയത്തിറങ്ങിയപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ധനത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നവരെ നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസികളാകുകയില്ല എന്ന ആയത്തിറങ്ങിയപ്പോ മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ സമ്പത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ബൈറൂഹായ തോട്ടമാണ് നബിയെ. ആ തോട്ടം അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ധനത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നവരെ സത്യവിശ്വാസികളാകുകയില്ല എന്ന ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചപ്പോ സ്വന്തം അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ആ സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കാൻ അദ്ദേഹം തയ്യാറായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, ആ തോട്ടം നിന്റെ കുടുംബക്കാർക്ക് നീ വീതിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. ഇങ്ങനെ ധാരാളം ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുന്ന സമയത്ത് കരഞ്ഞുപോയ, ഈമാൻ വർദ്ധിച്ച ആളുകളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. മൂന്നാമത്തെ ഗുണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാണ്. എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ അങ്ങേറ്റം ഭരമേൽപ്പിക്കുന്നവരായി. സത്യവിശ്വാസികളായ ആളുകളുടെ പ്രധാനപ്പെട്ട ഗുണമാണ് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളത്. എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഏൽപ്പിക്കുക എന്ന് പറയുന്ന ആ ഗുണവിശേഷണം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവേണ്ടതുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത്, നമ്മുടെ യാത്രയിൽ നമ്മുടെ ഒരു സൈക്കിളിന്റെ ടയർ പഞ്ചറായി പോയാൽ ഉതിർന്നു വീഴുന്ന ഈമാനാണ് നമ്മുടെയൊക്കെ ഈമാൻ. അള്ളാഹുവിനെ സംബന്ധിച്ച്, അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നതിനെ സംബന്ധിച്ച്, അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുന്ന സമയത്ത്, അതുപോലെ തന്നെ അള്ളാഹ് എന്ന് പറയുന്ന സമയത്ത് വിറയ്ക്കുന്ന ഹൃദയമില്ലാത്ത ആയത്തുകൾ കേൾക്കുന്ന സമയത്ത് ഈമാൻ വർദ്ധിക്കാത്ത, അള്ളാഹുവിൽ തവക്കുലാക്കാത്ത ആളുകളായിട്ടാണ് നാം ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു സുലൈം എന്ന് പറയുന്ന സ്ത്രീകൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ചരിത്ര സംഭവമാണ്. ചരിത്ര സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബ വനിത ഉമ്മു സുലൈം എന്ന് പറയുന്ന ആ ധീര വനിത അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ
ഭാര്യയാണ്. ആ അബൂ തൽഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യുദ്ധത്തിന് പോകുന്ന അന്ന് കുട്ടിക്ക് പനി ബാധിച്ച, അസുഖം ബാധിച്ച ആ സന്ദർഭത്തിലാണ് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോകുന്നത്. അങ്ങനെ യുദ്ധത്തിന് പോയി നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ സന്താനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വിഷമങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാം യാത്ര പുറപ്പെട്ടാൽ ഭാര്യമാര് നമ്മെ തടയും. ഈ സമയത്താണോ നിങ്ങൾ അള്ളാഹുവിൻ്റെ വഴിയിൽ യാത്ര തിരിക്കുന്നത്? നിങ്ങളുടെ ഒരു അള്ളാഹു, നിങ്ങളുടെ ഒരു ദീന് എന്നൊക്കെ പറഞ്ഞ് ഭാര്യമാര് ശകാരിക്കും. കുട്ടിക്ക് അസുഖമായ സന്ദർഭത്തിൽ പോലും സ്വഹാബ വനിത ആ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഡ്രസ്സുകളെല്ലാം ഒരുക്കി കൊടുത്തു, കുളിക്കാനുള്ള വെള്ളം ഒരുക്കി കൊടുത്തു. അങ്ങനെ ആവേശത്തോടു കൂടിയാണ് ഭർത്താവിനെ യാത്രയക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് ആവേശത്തോടെ യുദ്ധത്തിൽ വിജയമായിരുന്നു ലഭിച്ച് ആ വിജയാഹ്ലാദം മുഴക്കിക്കൊണ്ട് തിരിച്ചു വരുന്ന മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ആ പൊന്നുമോൻ, ആ അസുഖം ബാധിച്ച ആ മകൻ മരിച്ച ആ ദിവസമാണ് അദ്ദേഹം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. മകൻ മരിച്ച വിവരം അബൂ തൽഹയോട് ചാടി അങ്ങോട്ട് പറഞ്ഞില്ല. അള്ളാഹുവിലുള്ള തവക്കുലാണ്, ഉമ്മു സുലൈമിന്റെ ആ വീരവനിതയുടെ തവക്കുലാണ് നാം പഠിക്കേണ്ടത്. ചാടി അങ്ങോട്ട് പറഞ്ഞില്ല. അബൂ തൽഹ വന്ന സമയത്ത് അദ്ദേഹത്തിന് നേരത്തെ പോകുമ്പോൾ ചെയ്തു കൊടുത്തതുപോലെ കുളിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവും എല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷം വളരെ മയത്തോടുകൂടി വളരെ തന്ത്രപരമായ രീതിയിൽ ഭർത്താവിൻ്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് ഉമ്മു സുലൈം അവതരിപ്പിക്കുന്നു. ഭർത്താവിനോട് എന്താണ് പറയുന്നത്? നമ്മുടെ അയൽവാസിയായ ഒരു മനുഷ്യൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തു സൂക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ അയാൾ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് അത് കൊടുക്കണോ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അബൂ തൽഹ പറഞ്ഞു, എന്താണ് അതിൽ സംശയം? അയാൾ ഏൽപ്പിച്ച വസ്തു അമാനത്താണ്, അത് തിരിച്ചു കൊടുക്കണം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അമാനത്തായി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ പൊന്നുമോനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വിളിച്ചിരിക്കുന്നു എന്ന വിവരം പറഞ്ഞ സമയത്ത് അബൂ തൽഹക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു, നിനക്ക് നേരത്തെ പറയാമായിരുന്നില്ലേ? നിന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നുകൊണ്ട് എടുക്കുമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ അന്ന് ഭാര്യയുമായിട്ടുള്ള ആ ബന്ധത്തിൽ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു കുട്ടി ജനിക്കുകയും പിന്നീട് അബ്ദുള്ള എന്ന് പറയുന്ന ഒരു കുട്ടി ജനിക്കുകയും ആ അബ്ദുള്ള എന്ന കുട്ടിക്ക് 9 മക്കളുണ്ടാകുകയും ആ 9 മക്കളും അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിദീങ്ങളായി തീരുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. ഇവിടെ എന്താണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്? ആ സ്ത്രീയുടെ ഉമ്മു സുലൈം എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ഈമാൻ പോലും അള്ളാഹുവിൽ തവക്കുലാക്കുന്ന കാര്യത്തിൽ നമുക്കില്ലാതെ പോയി എന്നത് ഖേദകരമായ കാര്യമാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും സത്യവിശ്വാസികളായ ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തെ വജ്രത്ത് ഖുലൂബ് വിറക്കുന്ന ഹൃദയമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കണം. അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം തുടിക്കണം, തമ്പിക്കണം, അത് വിറക്കണം, അതിന് മാറ്റമുണ്ടാകണം. അല്ലാഹ് എന്ന് കേൾക്കുന്ന സമയത്ത് എത്രയോ പ്രാവശ്യം ബാങ്കിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് നാം കേൾക്കുന്നു. നിസ്കാരത്തിൽ ധാരാളം ഫാത്തിഹ ഓതുന്ന സമയത്ത്, അള്ളാഹിനെ സംബന്ധിച്ച് സൂറത്ത് ഓതുന്ന സമയത്ത്, അങ്ങനെ ധാരാളം പ്രാവശ്യം അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മ നിരന്തരമായി നാം കേൾക്കുന്നു. പക്ഷെ വജ്രത്ത് കുലുമുണ്ടാകുന്നില്ല, ഈമാനിന്റെ കുറവാണ്. അതുകൊണ്ട് വജ്രത്ത് കുലുമുണ്ടാകണം. അള്ളാഹിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുന്ന സമയത്ത് ഈമാൻ വർദ്ധിക്കണം. അതുപോലെ തന്നെ തവക്കുൽ ബോധം എല്ലാ നിലക്കും അള്ളാഹുവിനെ ഏത് വിഷയത്തിലും അള്ളാഹിനെ ഇടപെടിപ്പിക്കാനും ഏത് നിലക്കുള്ള പ്രയാസങ്ങൾ വന്നാലും പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അവിടെയെല്ലാം എൻ്റെ അള്ളാഹുവിനെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു, അവനെ ഏൽപ്പിക്കേണ്ടവരാണ്.
ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ വനിഅമൽ മൗല വനിഅമൻ നസീർ എന്ന് ചരിത്രത്തിൽ സഹാബത്തുൽ കിറാമും അതുപോലെ തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഒക്കെ തവക്കുലാക്കിയതുപോലെ നമുക്ക് ആക്കാൻ സാധിക്കണം. സൂറത്തുൽ അൻഫാലിലെ ആ ആയത്ത്, തുടക്കത്തിലുള്ള ആ ആയത്ത് അത് നാം പഠിക്കണം. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു നോട്ടീസ് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാസർഗോഡ് ജില്ല KNM സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ, മന്ത്രവാദങ്ങൾക്കെതിരെ ഇസ്ലാഹി മുന്നേറ്റം എന്ന തലക്കെട്ടിൽ വളരെ സന്തോഷം തോന്നുകയാണ് ഈ സമയത്ത് ഈ നോട്ടീസ് കണ്ടപ്പോൾ എനിക്ക് സാധിച്ചത്. ഇന്നലെ എനിക്ക് അയച്ചു തന്നപ്പോൾ, ഹാരിസ് എനിക്ക് അയച്ചു തന്നപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം ആത്മീയ ചൂഷണങ്ങൾ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ലോകാടിസ്ഥാനത്തിൽ ആത്മീയ ചൂഷണവും മന്ത്രവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷം. അതിൻ്റെ മറവിൽ സമ്പാദിക്കാൻ വേണ്ടിയിട്ടും സമ്പാദിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും ആളുകളെ ചൂഷണം ചെയ്യാനും കൊലപാതകം നടത്താനും കൊള്ള നടത്താനും എല്ലാ നിലക്കുള്ള തിന്മകളിലേക്ക് പ്രേരിപ്പിക്കുന്ന വളരെ വലിയ തിന്മയാണ് ആത്മീയ ചൂഷണം എന്ന് പറയുന്നത്. മന്ത്രവാദങ്ങൾ, ഇസ്ലാം പഠിപ്പിക്കാത്ത രീതിയിലുള്ള മന്ത്രവാദങ്ങൾ നടത്തി ആ വിഷയത്തിൽ മുന്നേറുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഇന്നലെ ഞാൻ ഒരായത്ത് ഓതിയ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ ചോദിക്കുന്ന ഒരു കാര്യം കൂടെയുള്ള ആളുകളോട് ഞാൻ പറയുകയുണ്ടായി. അല്ലാഹു തആല ചോദിക്കുകയാണ് മനുഷ്യരോട്, തിന്മയിൽ അതുപോലെ തന്നെ മിഥ്യാധാരണയ്ക്ക് വേണ്ടി, മിഥ്യയിൽ ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ ധാരാളം പ്രവർത്തിക്കുന്നുണ്ട്. പണം ചെലവഴിക്കാനും അതുപോലെ തന്നെ സമയം ചെലവഴിക്കാനും. എന്തിന്? അള്ളാഹുവിന് പുറമേ ഉള്ള ആളുകളെ, അള്ളാഹുവിന് പുറമേ ഉള്ള ശക്തികളെയും വസ്തുക്കളെയും ഒക്കെ ആരാധിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ ധാരാളം ആളുകളുണ്ട്. അതിലേക്ക് പ്രേരിപ്പിക്കാൻ സമ്പത്ത് ചെലവഴിക്കാനും ആളുകളുണ്ട്. സത്യത്തിന് വേണ്ടിയിട്ട് സമ്പത്ത് ചെലവഴിക്കാൻ, സമയം ചെലവഴിക്കാൻ, ആരോഗ്യം ചെലവഴിക്കാൻ വളരെ കുറവാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളാവാതെ ഈ ആത്മീയ ചൂഷണത്തിനെതിരെ, മന്ത്രവാദങ്ങൾക്കെതിരെ ഇസ്ലാഹി മുന്നേറ്റം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി അതിൻ്റെ ഉദ്ഘാടന സമ്മേളനം ജനുവരി മുതൽ ഏപ്രിൽ വരെ നടക്കാനിരിക്കുന്ന ക്യാമ്പയിൻ്റെ ഉദ്ഘാടന സമ്മേളനം കാഞ്ഞങ്ങാട് ജനുവരി ഞായറാഴ്ച വൈകുന്നേരം 4:30 സംഘടിപ്പിച്ചിരിക്കുന്നത്. തെക്കേപ്പുറം, അതായത് മൻസൂർ ഹോസ്പിറ്റലിൻ്റെ നേരെ മുൻവശമുള്ള ആ സ്ഥലത്ത് പ്രഗത്ഭരായ പണ്ഡിതന്മാർ പ്രഭാഷണം നടത്തുന്നുണ്ട്. എല്ലാ ആളുകളും 26 ഞായറാഴ്ച വൈകുന്നേരം 4:30 അവിടെ എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അന്ധവിശ്വാസവും അനാചാരവും കൊടികുത്തി വാടുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ കേന്ദ്രങ്ങളെ വളർത്തുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നത് നമ്മുടെ സ്ത്രീകളാണ്, മുസ്ലിം സ്ത്രീകളാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ചൂണ്ടിക്കൊപ്പ എന്ന് പറയുന്ന കൊടക് ജില്ലയിലെ ചൂണ്ടിക്കൊപ്പ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ അവിടെ ദൈവത്തിന് വേണ്ടിയിട്ട് പോയ സന്ദർഭത്തിൽ ഒരു പൂജാരിയെ കാണാൻ സാധിച്ചു. അവിടെ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ഒരു അമ്പലം അവിടെയുണ്ട്. ആ പൂജാരി ഞങ്ങളോട് പറഞ്ഞത്, അദ്ദേഹം പൂജാരിയായിട്ടല്ല, അദ്ദേഹം വേഷം മാറ്റി എന്തോ ആവശ്യത്തിന് വന്ന സമയത്ത് അയാളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്ത്, നിങ്ങളുടെ ആളുകളാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും പർദ്ദയിട്ട സ്ത്രീകളാണ് കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് ചൂണ്ടിക്കൊപ്പ എന്ന് പറഞ്ഞ ഈ അമ്പലത്തിൽ വരുന്നത് എന്ന് അദ്ദേഹം നേരിട്ട് പറയുകയുണ്ടായി. അപ്പൊ ഈ സ്ത്രീകളാണ് ഈ അന്ധവിശ്വാസ കേന്ദ്രങ്ങളെ
വളർത്തുന്നത്, ഈമാനിൽ നിന്ന് വ്യതിചലിച്ചു പോക്കാനുള്ള എല്ലാ ഏർപ്പാടും ഉണ്ടാക്കുന്നത് സ്ത്രീകളാണ് എന്ന് മനസ്സിലാക്കണം. മഹാനായ ഖദീജ റളിയല്ലാഹുവിനെ പോലെ, ആയിഷ റളിയല്ലാഹുവിനെ പോലെ, ഫാത്തിമ റളിയല്ലാഹുവിനെ പോലെ ആദർശമുള്ള വനിതകളാകാൻ നമ്മുടെ സ്ത്രീകൾ പഠിക്കേണ്ടിയിരിക്കുന്നു. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറാ ഗുഹയിൽ നിന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിലെ പാരായണങ്ങൾ അടങ്ങുന്ന ആ വചനങ്ങൾ അവതരിച്ച ആ സന്ദർഭത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറാ ഗുഹയിൽ നിന്ന് പേടിച്ച് വിറച്ച് വീട്ടിലേക്ക് വന്നല്ലോ. ഖദീജ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി പറഞ്ഞല്ലോ, സമ്മിലൂനി ഖദീജ, സമ്മിലൂനി ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടൂ ഖദീജ, എനിക്ക് പേടിയാകുന്നു, ഭയമാകുന്നു എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാക്കുണ്ട്, അങ്ങേ അല്ലാഹു തആല കൈവിടുകയില്ല, അങ്ങ് പാവങ്ങളെ സഹായിക്കുന്ന ആളാണ്, കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്, അങ്ങേ അല്ലാഹു തആല കൈവിടുകയില്ല എന്നാണ് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. ഇന്നത്തെ സ്ത്രീകളാണെങ്കിൽ, നമ്മുടെ ഭാര്യമാരാണെങ്കിൽ എന്താണ് പറയുക? നിങ്ങൾക്കെന്തോ ഏതോ ശൈത്താൻ നിങ്ങളുടെ ശരീരത്തിൽ കൂടി, അതുകൊണ്ട് ഏതെങ്കിലും മന്ത്രവാദ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി നിങ്ങളെ ചികിത്സിക്കണം, ചികിത്സിച്ചാൽ മാത്രമേ നിങ്ങൾ ഇനി നന്നാകുകയുള്ളൂ എന്നാണ് നമ്മുടെ സ്ത്രീകൾ പറയുക. ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞേ അല്ലാ എന്നാണ് അവിടെ വന്ന്, അല്ലാഹു തആല അങ്ങേ കൈവിടുകയില്ല എന്നാണ് ഖദീജ റളിയല്ലാഹു അൻഹ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നാം ഓരോരുത്തരും എന്ത് വേണം? അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അത് നാം അതിൽ നിന്ന് മുക്തരാണ് എന്ന് നാം വിചാരിക്കേണ്ടതില്ല. നാം എത്ര ആദർശത്തിൽ ഉള്ള ആളാണെങ്കിൽ പോലും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കടന്നു വരും. മംഗലാപുരത്ത് അടിയാർ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആട് അതിൻ്റെ വായയിലൂടെ രക്തം ഇങ്ങനെ ഛർദ്ദിക്കുന്ന രൂപത്തിൽ ഈ റോട്ടിലൂടെ നടക്കുന്നത് കണ്ടപ്പോൾ അവിടുന്ന് അയാൾ കുറെ കാലം തൗഹീദിലായി ജീവിച്ച ആളാണ്, അയാൾ നല്ല താടിയും മറ്റൊക്കെ ഉണ്ട്, അയാളുടെ ഡ്രസ്സ് സംവിധാനങ്ങളൊക്കെ നല്ല നിലക്ക് തന്നെയാണ്. ആ മനുഷ്യൻ അവിടുത്തെ ചായക്കടയിൽ ഇരുന്നു കൊണ്ട് അയാൾ പറയുന്നു, ആ ആട്ടിനെ ഏതോ ശൈത്താൻ അടിച്ചിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. തൊട്ടടുത്തിരിക്കുന്നൊരു ഈ മുജാഹിദൊന്നും അല്ലാത്ത ഒരാൾ പറയുന്നു, എടാ അത് മൂഢനമ്പികയാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭാഷയിൽ അത് അന്ധവിശ്വാസമാണ് എന്ന് അന്ധവിശ്വാസികൾ പോലും ഈ മുവഹിദായ കുറെ കാലം നടന്ന ആളെ ഉപദേശിക്കേണ്ട ഒരു ഗതികേടാണ് നമുക്ക് വന്നതെങ്കിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാ ഭാഗത്തും ഉറുമ്പ് അരച്ച് കയറുന്നത് പോലെ കയറി വരും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ ശക്തമായ നിലക്കുള്ള പോരാട്ടവും ദൈവത്വം ശക്തിപ്പെടുത്തേണ്ട ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത്തരം സംരംഭങ്ങളിൽ പങ്കാളികളാകണം എന്ന് ഒന്നുകൂടെ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളിൽ മുന്നേറുന്ന സജ്ജനങ്ങളിൽ നമ്മേവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുകൊടുത്ത് മാഫാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയ സജ്ജനങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر لنا وللمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.